മോർണിംഗ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക് ട്രാവൽ. ഇത് മാൽമോ, സ്വീഡൻ്റെ മൂന്നാമത്തെ ബിഗ്ഗസ്റ്റ് സിറ്റിയാണ്. കോപ്പൻഗേഗും ഗാതൻബർഗും കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ വലിയ സിറ്റിയാണ് ഈ മാൽമോ. ഈ മാൽമോയിലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കാണാം. ആദ്യം നമുക്ക് ഈ ഭാഗത്തു നിന്ന് സെക്ഷൻ തുടങ്ങാം. ഇത് തൈര്, ജാം, ആപ്പിള്, നമ്മുടെ പഴം, ആപ്പിള് ചോപ്പ്, ഇത് പലതരത്തിലുള്ള ജ്യൂസുകളാണ് നമ്മുടെ ബോട്ടിലെടുക്കുക. ഈ പുള്ളിക്കാരൻ പാരുന്നുണ്ടല്ലേ, ഇതേപോലെ ഇങ്ങനെ കുലുക്കിയിട്ട് ഇങ്ങോട്ട് പാരുക. ഇത് കോൺഫ്ലെക്സ് അങ്ങനത്തെ സാധനം. ഇനി നമുക്ക് ടേബിൾ ഭാഗത്തേക്ക് നോക്കാം. ഇതൊരു ടേബിളിന് നേരെ മുകളിൽ ഇങ്ങനെ ഒരു ലൈറ്റ് വെച്ചിട്ടുള്ളതാണ്. ഇത് റോഡ് സൈഡാണ് ഈ ഭാഗം. സോന്നുണ്ടല്ലേ, മാൽമോ സിറ്റീൻ്റെ എപ്പിസോഡ് എൻ്റെ സാക് ട്രാവൽ എന്നുള്ളതിൽ വരും. നല്ല സൂപ്പർ സിറ്റി ആണ്. അങ്ങനെ പോയി ഇതൊക്കെ ടേബിളാണ്. ഈ മാൽമോ സിറ്റീൻ്റെ അവിടെ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ഒരു പാലമുണ്ട്. ഈ പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെങ്കിൽ ഡെൻമാർക്കിലേക്ക് എത്തും. ഇതൊക്കെ ഇവിടുത്തെ റോഡുകളാണ്, സൈഡ് റോഡ്. എനിക്ക് വർത്തമാനം പറഞ്ഞിട്ട് വായന്ന് പിന്നെ വെള്ളം നന്നാക്കി പറ്റിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ജ്യൂസ് കുടിക്കട്ടെ. അപ്പോൾ ജ്യൂസ് എങ്ങനെ കുടിക്കുന്നില്ല കാണാൻ നോക്കാം. ഇതാണ് ജ്യൂസിൻ്റെ സെക്ഷൻ. ഭക്ഷണം കഴിക്കാനായിട്ടില്ല. അപ്പോൾ ഇതിൽ ഗ്ലാസ് നമ്മളിവിടെ വെക്കുക. ഇവിടെ വെച്ചിട്ട് ഇത് ഓറഞ്ച് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, പിന്നെ കോൾഡ് വാട്ടർ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊരു ആപ്പിൾ ജ്യൂസ് ഞെക്കാൻ പോവാണ്. ഇവിടെ ബട്ടൺസ് അമർത്തുന്ന സമയത്ത് ഉണ്ടോല്ലേ, ഈ ആപ്പിൾ ജ്യൂസ് ഞാൻ നല്ല കുടിക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിലെ പീച്ചിൻ്റെ ഒരു ടേസ്റ്റ് വരും. പീച്ചും ആപ്പിളും ഏകദേശം ഒരേ ടേസ്റ്റാണ്. ഉഷാറാണ്. പിന്നെ കുറച്ചും കൂടി ഭാഗങ്ങളുണ്ട് കാണാൻ, അതുകൂടി നമുക്ക് കാണാം.
ഈ ആപ്പിൾ ജ്യൂസ് വേറെ ഒന്നും കൂടി ഉണ്ട്. ഇത് ഈ പുള്ളിക്കാരത്തി ഇരിക്കുന്നുണ്ടല്ലേ. ഓക്കെ, വേർ ഫ്രം യു? Sorry? വേർ ഫ്രം യു? Japan? ജപ്പാൻ. നൈസ്. കുറച്ചും കൂടി സാധനം ഇവിടെ ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ട്. ഞാൻ അവിടെ നേരത്തെ തന്നെ എത്തിയതാണ്. അപ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ഉൾഭാഗം കൂടി കാണാം നമുക്ക്. ഈ ഇതിൻ്റെ ഹാളിൻ്റെ ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ഏരിയയാണ്, ചെറിയ കുട്ടികൾക്ക്. അപ്പോൾ പൊതുവേ ഈ ഹോട്ടലുകളിലൊക്കെ ഉണ്ടാകും, ചെറിയ കുട്ടികളെ കരച്ചിലോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വെക്കുന്ന ഇതുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ സംഭവങ്ങൾ. ഇതിപ്പോൾ കാറ്റ് നിറച്ചിട്ടുള്ളത്, ഇത് ടി വി ഉണ്ട്, ഇങ്ങനത്തെ സാധനങ്ങൾ നല്ല കളർഫുള്ളായിട്ടുള്ള സംഭവമാണ്, അടിപൊളിയാണ്. അവർക്കൊരു കിച്ചൺ സെറ്റ് പോലത്തെ ഒരു കളിക്കാനുള്ള വാഷിങ്ങും നല്ല സൂപ്പറായിരിക്കുന്നു. ഉണ്ടല്ലേ, ചെറിയൊരു അടുപ്പ്, ക്യാബിന്, ഇതിങ്ങനെ ചെറിയ ഇതുണ്ട്. ഇത് വേറൊരു സെക്ഷനാണ് ഈ ഭാഗം. ഇവിടെ ഒന്നും ആളില്ലാത്തതുകൊണ്ട് ലൈറ്റ് ഇട്ടിട്ടില്ല. ഇതെന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സെപ്പറേറ്റ് ഹോട്ടലിൽ താമസക്കാരല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു ഏരിയയാണ് ഈ ഒരു ഭാഗം. ഇനി ഇവിടുത്തെ ഒരു ബസ് വരുന്നതാണ്, കണ്ടല്ലേ. 2 ബസ് കൂടിയതൊരു ബസ്സാണ്. ഇത് റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗമാണ്. ഇതൊരു സിറ്റി സെൻറ്ററാണ്, ആളുകളൊക്കെ കൂടുന്നതൊക്കെ ഏരിയ ഒക്കെ. ഇവിടുന്ന് കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ മറ്റേ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. ഇത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രേ ഇതിലിങ്ങനെ വെക്കുക ചെയ്യുക. അത് നമുക്ക് വേണമെങ്കിൽ വെക്കാം, ടേബിളും അവർ തന്നെ വേണമെങ്കിൽ ചെയ്യും. നമുക്ക് കൊണ്ട് വെക്കണമെങ്കിൽ വെക്കാം, പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിൻ്റെ പുറത്തും കൂടി കുറച്ചും കൂടി ഏരിയ ഉണ്ട് ഇരിക്കുന്ന സെക്ഷൻ, ഉണ്ടല്ലേ. അങ്ങനെ മീറ്റിംഗ് സർവീസ് ഇവിടെ അങ്ങനെ ഈ എന്തെങ്കിലും കമ്പനികളുടെയൊക്കെ കോൺഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇതേപോലെ ഇങ്ങനത്തെ ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് ഉണ്ടാവുക. അവിടെ ഉണ്ട്. അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ കല്യാണം ഉണ്ടാവുക പോലത്തെ അങ്ങനത്തെ ഹാളൊന്നുമില്ല. അങ്ങനത്തെ ഒരു ഹോട്ടലിൻ്റെ ഇത് 2nd ഫ്ലോറിലാണ് ഈ ഒരു സംഭവം ഉള്ളത്, ഗ്രൗണ്ട് ഫ്ലോറിലല്ല. ഗ്രൗണ്ട് ഫ്ലോറിൽ വെറും റിസപ്ഷനും അങ്ങനത്തെ കാര്യം മാത്രമാണ് ഉള്ളത്. ഇനി നമുക്ക് ഒന്നുകൂടി അതിൻ്റെ ഉള്ളിലേക്ക് പോകാം. കുറച്ചുകൂടി സാധനങ്ങൾ ഫില്ല് ചെയ്യാണ്ട്. അയക്കുന്നു നോക്കട്ടെ. ഇവിടുത്തെ സ്റ്റാഫാണ്. ഇവിടെ ഈ രണ്ടാമത്തെ സാധനം വെക്കാണ്ട് ഇതിലെത്തിയിട്ടുണ്ട്. ഇത് പോർക്കാണ്. ഇതിലെന്താ നോക്കട്ടെ. ഇതിൽ ചിക്കണും മറ്റേത് ബീഫാണ്. അപ്പം ഞാനൊരു ബീഫ് റോൾ അതൊന്ന് സാമ്പിൾ ആക്കട്ടെ. ബീഫ് ബോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ലൈവ് റെക്കോർഡിങ് ആയതുകൊണ്ട് പിന്നെ മറ്റാണെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ കുറേ ഒഴിവാക്കാനുണ്ട്. അതിപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു പെൻഡിങ് ഉണ്ട്. ഇനി കുറച്ചും കൂടി സാധനം അവിടെ വരാനുണ്ട്. അതും കൂടി വന്നിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ. ഇത് ഒറിജിനൽ തന്നെയാണ്. ഇത് വേറൊന്ന് കുപ്പിയിൽ വെള്ളത്തിൽ. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇദ്ദേഹം പിന്നെ ഇറാഖുകാരനാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ അവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. ഇത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള സാധനം കേട്ടോ. ഞാൻ മറ്റേ ബ്രെഡ് കഴിക്കാറില്ല, ഈ ബ്രെഡാണ് കഴിക്കല്. ഇതെല്ലാവരും സോഫ്റ്റ്നെസ് ഉണ്ടാവും. മറ്റേതിന് ഭയങ്കര ഹാർഡാണ്, ഇങ്ങോട്ട് എറിഞ്ഞാലും ഇങ്ങോട്ട് വരും. ആ ടൈപ്പ് ബ്രെഡാണ് മറ്റേതൊക്കെ. വേറൊരു പുള്ളിക്കാരൻ വരുന്നുണ്ട്, നമ്മളെ സ്ഥിരമുള്ള ആ മറ്റേ ഇതുണ്ടല്ലോ, ബീൻസിൻ്റെ സാധനം, അതാണിത്. ഇവരെന്നെ കൊണ്ട് സ്വീപ്പായിക്കുന്നു. കാരണം ഞാൻ ഇവരെ പിന്നാലെ ക്യാമറയും പിടിച്ച് നടക്കിയത്. ഇതിട്ട് ഫില്ലായിട്ടില്ല. ഇവർ 6:30 സമയം. നമ്മളെ മലയാളികളല്ലേ, മലയാളികൾക്ക് ഭയങ്കര ആക്രാന്തല്ലേ. ഇത് നിറയാത്തുണ്ട്. എന്തിപ്പോൾ നടക്കുന്നുള്ളൂ അവിടെ ഉണ്ടല്ലേ.
This full boiled? Full boiled. Yes. ചെറിയ കുട്ടിയെത്തുണ്ട്. ഹായ്. അവന് ഈ പിന്നെ കളിപ്പാട്ടത്തിൻ്റെ ആ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് അവൻ ഇരിക്കുന്നത്. അവനും അവൻ്റെ മദറും ഇരിക്കുന്നത്. അതാ വരുന്നുണ്ട്. ഇത് ഹാഫ് ബോയിൽഡ് ആണ്. 2 തരം മുട്ട പുഴുങ്ങി വെക്കും. ഫുൾ ബോയിൽഡും ഹാഫ് ബോയിൽഡും ഉണ്ടാവും. മറ്റേ പുള്ളിക്കാരൻ എത്തിയിട്ടുണ്ട്. ഇതാണ് ഒരു ആകാംക്ഷയോടെ നിൽക്കുന്നത്. ഇപ്പം എന്താ അതിപ്പോൾ അങ്ങോട്ടേക്ക് ഒരു മാറ്റി വെക്കുകയാണ്. ഇത് മാറ്റി വെച്ചിട്ട് മറ്റേതിന് ഇങ്ങോട്ടേക്ക് വെക്കുകയാണ്. അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഒക്കെ മാറ്റണം ആ സമയത്ത്. ഇതാണ് സാധനം. ഇത് ശുഷ്ക എന്ന സാധനം, കോഴിമുട്ടൻ്റെ. നോ ഫിനിഷ്. അപ്പോൾ ഏകദേശം ഫുള്ളായിക്കുന്നു. ഇനി കുറച്ച് ബ്രെഡ് ഐറ്റംസ് ഉള്ളത്. ആ വലിയ മരമുട്ടി പോലത്തെ ബ്രെഡ് ഉണ്ടല്ലോ, അതാണുള്ളത്. അപ്പം ഞാൻ എന്നാൽ പിന്നെ നിർത്തുകയാണ്. അപ്പം ഇനിയും എൻ്റെ ട്രാവൽ ചാനൽ നിങ്ങൾ കാണുന്നുണ്ട്. അതിൽ ഒരുപാട് യാത്രകളുണ്ട്. അപ്പോൾ ഈ മാൽമോ സിറ്റി, പിന്നെ നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഇങ്ങനത്തെ എല്ലാ സിറ്റികളുണ്ട്. അപ്പം എന്നാൽ പിന്നെ ഞാനും കുറേ നേരം തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ഓക്കെ, ബൈ. സോറി അപ്പോഴത്തേക്ക് ഒരാൾ വരുന്നുണ്ട്. ഇത് വാട്ട് ഈസ് ദിസ് നെയിം? പാൻകേക്ക്. ഇതുവരെ ഒരു പിന്നെ മാസ്റ്റർ പീസ് സാധനമാണ് പാൻകേക്ക് എന്ന് പറയും. പിന്നെ എനിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ. അത് മൈദപ്പൊടിയും പിന്നെ പാലും വെള്ളം കൂട്ടി കലക്കിയിട്ട് മുട്ടി ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ്. വലിയൊരു ടേസ്റ്റ് ഇല്ല സംഭവം. ഇതൊന്നുകൂടി ഞാൻ കാണിച്ചു തരാം. പാൻകേക്ക് എന്ന് പറയുന്നത്. എന്നാൽ പിന്നെ വീണ്ടും ബൈ.